നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്യാമയെ സുഖപ്പെടുത്താൻ ഗുരുതിയും ഭിക്ഷയൊന്നും അല്ല, ഇവിടെ ചികിത്സയും മരുന്നും ഉണ്ട്. സാറേ, നമുക്കൊന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കാനൊന്നുമില്ല, ഇയാളൊന്ന് പോയേ. ഒരിടത്തൊന്നും ഇരിക്കാൻ പോലും സമാധാനം തരത്തില്ല, ചുമ്മാ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. അത് സത്യാമ്മയ്ക്ക് ഇഷ്ടമല്ല മോളെ. എന്നാ അമ്മയും കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. എങ്ങോട്ട്? അമ്മയുടെ കുഞ്ഞേച്ചിയുടെ അടുത്തേക്ക്. പപ്പി, ചെറിയ വയല് വലിയ വർത്താനം പറയുന്നു. പോ അവിടുന്ന്. സത്യാമ്മേ, രോഹിത്തെ, കൊച്ചുങ്ങളെ നിലയ്ക്ക് നിർത്തിക്കോണം. വലിയ കാര്യങ്ങൾ മുതിർന്നവര് തീരുമാനിക്കും. പോകാൻ. സാർ, ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറിന് അഹിതമായിട്ടൊന്നും തോന്നരുത്. താൻ പറയടോ, പറയുന്നതാണോ അഹിതം? ഇവിടെ നടക്കുന്നതല്ലേ. അതേപ്പറ്റി തന്നെയാ സാറേ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ വീട്ടിൽ എന്തൊക്കെയാ സാറേ നടക്കുന്നത്? അത് ഭഗവാൻ മാത്രം അറിയാം. അത് തന്നെയാ സാറേ ഞാനും പറഞ്ഞു വരുന്നത്. ഭഗവാൻ അറിയാവുന്ന കാര്യങ്ങൾ പരിഹരിക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കൂ. എടോ, ഇയാൾ എന്തീ പറയുന്നേ? സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് സാറേ ഇവിടെ നടക്കുന്നത്. വീട്ടിൽ നിന്ന് മഹാലക്ഷ്മി ഇറങ്ങിപ്പോയിട്ട് 6 വർഷമായി. അത് തിരിച്ചു വന്നു കയ്യെത്തും ദൂരത്ത്. എന്നിട്ട് ഈ വീട്ടിൽ വന്നതുപോലെ തന്നെ ഇറങ്ങി പോവേണ്ടി വന്നില്ലേ? പിന്നെയും പലതവണ കയറി വന്നിട്ടും ആട്ടി ഇറക്കി വിട്ടു. കണ്ണുണ്ടായിട്ടും കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാ രാഘവൻ സാറേ? സമയദോഷം. എന്നിട്ട് വന്ന് മഹാലക്ഷ്മി ഒരിക്കലും ഈ വീടിന്റെ പടി കയറാൻ പറ്റാത്ത സ്ഥിതിയിലായില്ലേ? ഇതിനിടയിൽ സാറ് മരണത്തെ വരെ മുഖാമുഖം കണ്ടു. വിഷ്ണുക്കുഞ്ഞനാണെങ്കിൽ മനപ്രയാസം ഒഴിഞ്ഞൊരു സമയമുണ്ടോ? ഇപ്പതേ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചോണ്ട് വന്നു എന്ന് പറഞ്ഞിട്ടും ആ മുഖമൊന്ന് തെളിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പതേ ശ്യാമക്കുഞ്ഞിന്റെ കാര്യം തന്നെ കണ്ടില്ലേ? ആ ശരീരത്തിൽ ജീവനുണ്ടെന്നേ ഉള്ളൂ. മുമ്പൊരാൾ ഇവിടെ ഇതുപോലെ കിടന്നത് സാറിന് ഓർമ്മയില്ലേ? ഇവിടെ പിള്ളേ, താൻ എന്തീ പറഞ്ഞു വരുന്നേ? സാറേ, തുറന്നു പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ശാപങ്ങൾ ഒരുപാട് കിടപ്പുണ്ട് ഈ വീടിന്റെ അടിത്തട്ടിൽ. അതൊക്കെ ഓരോന്നായി ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുക. സുമംഗലികളുടെ കണ്ണീര് വീണ് കുതിർന്ന തറയായത്. ഇവിടുത്തെ ഓരോ മുറിയിലും അവരുടെ നെടുവീർപ്പുകളുണ്ട്. പിന്നെ സത്യാമ്മ നടത്തുന്ന ഓരോ ന്യായങ്ങള്, അതിൽ ചിലപ്പോ നിരപരാധികളുടെ ശാപം കൂടി വന്ന് തറയ്ക്കുന്നത് ഈ വീടിന്റെ നെഞ്ചത്ത് തന്നെയാ സാറേ. എടോ, അതിനിപ്പോ എന്തോ ചെയ്യണമെന്നാ താൻ പറയുന്നേ? സമസ്ത അപരാധങ്ങളും അമ്മന് മുന്നിൽ തുറന്നു പറഞ്ഞ് തെരുവിൽ ഭിക്ഷ എടുക്കണം സാറേ. അതുകൊണ്ട് ഈ ദോഷം മാറും. അത് എന്തുവാ? അമ്മന് മുമ്പിൽ അപരാധങ്ങൾ തുറന്ന് പറഞ്ഞ് പിച്ചെടുക്കാനോ? അമ്മനെന്ന് പറഞ്ഞാൽ ഭദ്രകാളി. ഏതെങ്കിലും ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് ചെയ്തു പോയ അപരാധങ്ങൾക്ക് മാപ്പ് പറയണം. എന്നിട്ട് കീറ തുണി ഉടുത്ത് നാട്ടുകാരുടെ മുന്നിൽ ഭിക്ഷ എടുക്കണം.
എന്നിട്ട് കിട്ടുന്ന നാണയത്തൊട്ടുകൾ അമ്മന്റെ ഭണ്ഡാരത്തിലേക്ക് ഇടുന്നു. അരമനയിൽ നിന്ന് തെരുവീതിയിലേക്ക് ഇറങ്ങിയുള്ള ആ പ്രാർത്ഥന അമ്മൻ കേൾക്കാതിരിക്കില്ല. ഭദ്രകാളിക്ക് ഗുരുതിയേക്കാൾ ഇഷ്ടമാ ആ പ്രാർത്ഥന. എടാ പിള്ളേ, കന്യാകുമാരിയിലെ കുട്ടിക്കാലം താനിതരെ മറന്നിട്ടില്ലല്ലേ? കന്യാകുമാരിയിലായാലും കേരളത്തിലായാലും ദൈവത്തിന്റെ അനുഗ്രഹം ഒരുപോലെയല്ലേ സാറേ? എന്നാലേ പ്രാർത്ഥനകൾ പല രീതിയിലാ. ശ്യാമയെ സുഖപ്പെടുത്താൻ ഗുരുതിയും ഭിക്ഷയൊന്നും അല്ല, ഇവിടെ ചികിത്സയും മരുന്നും ഉണ്ട്. സാറേ, നമുക്കൊന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കാനൊന്നുമില്ല, ഇയാളൊന്ന് പോയേ. ഒരിടത്തൊന്നും ഇരിക്കാൻ പോലും സമാധാനം തരത്തില്ല, ചുമ്മാ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. ആ, പറയുന്നത് മനസ്സിലാകാത്തതും മറ്റൊരു സമയദോഷം. ശ്യാമക്കുഞ്ഞ് എത്രയും പെട്ടെന്ന് സുഖമായി വരുമല്ലോ എന്ന് കരുതിയാ ഞാൻ. ജലപാനം പോലും ഇല്ലാതെ എത്ര കാലമാ പ്രീതിക്കുഞ്ഞ് കിടന്നത്. ശ്യാമക്കുഞ്ഞിന് ഇനി എത്ര കാലമാണോ ഭഗവാൻ വിധിച്ചിരിക്കുന്നത്? കാളീക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് പിച്ച എടുക്കണം. കാളിയമ്മേ, എന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാ ഞാൻ. അമ്മയ്ക്ക് തീരെ വയ്യ കാളിയമ്മേ. മരുന്നും ഭക്ഷണവും ഒന്നും കഴിക്കുന്നില്ല. അമ്മയുടെ കുഞ്ഞേച്ചി വന്നാലേ മരുന്നൊക്കെ കഴിക്കുള്ളൂന്നാ പറയുന്നേ. ഇങ്ങനെയൊന്നും കഴിക്കാതെ കിടന്ന അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് എല്ലാവർക്കും പേടിയാ. അമ്മയ്ക്ക് അങ്ങനെയൊന്നും പറ്റില്ലേ കാളിയമ്മേ? എനിക്കമ്മേ ഒരുപാട് ഇഷ്ടാ കാളിയമ്മേ. എന്റെ അമ്മയെ രക്ഷിക്കണേ കാളിയമ്മേ. അമ്മയുടെ കുഞ്ഞേച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുവരണേ കാളിയമ്മേ. സത്യാമ്മയെ കൊണ്ട് അതിന് സമ്മതിപ്പിക്കണേ കാളിയമ്മേ. ശാപങ്ങളൊക്കെ മാറാൻ കാളിയമ്മയുടെ മുന്നിൽ തെറ്റ് പറഞ്ഞ് ഭിക്ഷ എടുക്കണോന്നാ രമണനങ്ങള് പറയുന്നേ. ഞാൻ ഭിക്ഷ എടുത്തോളാം കാളിയമ്മേ. ശാപം ഒക്കെ മാറ്റി തരണേ. എന്റെ അമ്മയെ സുഖമാക്കണേ. അമ്മയോട് പിണങ്ങി പോന്നതാ ഞാൻ. അമ്മ പിന്നെ എന്നെ ഒന്നും നോക്കിയിട്ടില്ല, മോളെന്ന് വിളിച്ചിട്ടില്ല. അമ്മയെ കൊണ്ട് എന്നെ മോളെന്ന് വിളിപ്പിക്കണേ കാളിയമ്മേ. അമ്മയെ പഴയതുപോലെ എഴുന്നേപ്പിച്ച് നടത്തിപ്പിക്കണേ. ഞാൻ പിച്ച എടുക്കാം കാളിയമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.